ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളി കഴിഞ്ഞാൽ അനാലിസിസ് ചെയ്യാറുണ്ട് നമ്മൾ. എന്ത് പറയാൻ, മൊത്തത്തിൽ പൊളിഞ്ഞു. നമ്മൾ എല്ലാവരും ആദ്യം തന്നെ ഒഡീഷയുമായി തോറ്റപ്പോൾ തന്നെ പ്രാർത്ഥിച്ചതാണ് ഗോവയും ഒഡീഷയുമായിട്ടുള്ള കളി ഡ്രോ ആവണമെന്ന്. അങ്ങനെ ആ പ്രാർത്ഥനയും ദൈവം കേട്ടു. എന്നിട്ടും നമ്മ ഈ കളിയിൽ തോറ്റു. ഏത് പഞ്ചാബായിട്ടുള്ള കളി. ആരെ കുറ്റം പറയും നമ്മൾ? കോച്ചിനെയോ അതോ പ്ലേയേഴ്സിനെയോ? നമുക്ക് ആദ്യം ഒന്ന് കോച്ചിനെ ബേസ് ചെയ്തിട്ടൊന്ന് നോക്കാം. കോച്ചിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്ന ബ്ലാസ്റ്റേഴ്സ് ആക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച മനുഷ്യൻ തന്നെയാണ് നമ്മുടെ കോച്ച്. വന്ന വഴി മറക്കരുതല്ലോ. ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അതെല്ലാം ടീമിന്റെ കൂടെ നിന്ന് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് നയിക്കേണ്ട കടമ. മോശം അവസ്ഥയിൽ നമ്മൾ കൂടുതൽ മോട്ടിവേഷൻ നൽകുകയല്ലേ വേണ്ടത്. ഇതൊന്ന് നോക്കിയേ. ഇവാനാശാൻ തോൽക്കുന്ന അവസരങ്ങളിലെ ഈ ലാസ്റ്റ് കളികളിലെ ഫോട്ടോസാണ്. ഇദ്ദേഹത്തെ വെറുപ്പിക്കാതിരിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ കപ്പ് സ്വന്തമാക്കുക തന്നെ ചെയ്യും. ആശാൻ ഈ അടുത്ത കാലങ്ങളിൽ പറഞ്ഞതുപോലെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ചില കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തത് നിങ്ങളുമായിട്ടൊന്ന് വിശദീകരിക്കാം. ഒന്ന്, ഇപ്പോൾ ISL കളിക്കുന്ന ടീമുകളിൽ ഏറ്റവും യങ്ങസ്റ്റ് പ്ലേയേഴ്സ് ഉള്ള ടീം ആണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ്. ലൂണയും ജിക്സണും ഇഞ്ചുറി ആയി മാറി നിന്നപ്പോൾ ഒരു ഗ്യാപ്പ് പോലും തോന്നാത്ത രീതിയിലാണ് ആ രണ്ടിരട്ട സഹോദരങ്ങൾ നമ്മുടെ യൂത്ത് അക്കാദമിയിൽ നിന്ന് സീനിയർ ടീമിൽ വന്ന് നമ്മെ ഞെട്ടിച്ചത്. വിവിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇപ്പോഴത്തെ സീനിയർ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വിവിൻ. എ പ്രൗഡ് മൊമെന്റ് ആസ് എ BFC ഫാൻ ആൻഡ് ഓൾസോ ആസ് എ മലയാളി. നമ്മുടെ ഈ ചുണക്കുട്ടികളാണ് ഇഞ്ചുറി അപ്ഡേറ്റ് ഓരോന്നായി ഇടുത്തി പോലെ നമ്മുടെ തലയിൽ വീണപ്പോൾ മധ്യനിരയെ വലിച്ചു കെട്ടി നിന്നത്. പിന്നെ ഫുൾ ഇന്ത്യൻ പ്ലേയേഴ്സിന് വെച്ചും മികച്ച ഡിഫൻസീവ് നിരയെ അണിനിർത്തി നമ്മെ ഈ സീസണിൽ തന്നെയാണ് ഞെട്ടിച്ചതും. അതും ഒരു ഇവാനിസം തന്നെയായിരുന്നു. പരിചയസമ്പന്നനായ ലെസ്കോയുടെ പരിക്ക് നമ്മൾ ആരും മറക്കില്ലല്ലോ. ആ സമയത്ത് ഇന്ത്യയുടെ ഡിഫൻസീവ് നിരയെ അണിനിർത്തിയാണ് നമ്മൾ ക്ലീൻ ഷീറ്റ് നേടിയത്. അതൊരു മറ്റൊരു ഇവാനിസം കൂടിയാണ്. യൂത്ത് അക്കാദമിയിൽ ഹൈലി സ്കില്ലഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്തുകയും അവരെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നിരുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്ന പ്ലേയേഴ്സിന്റെ കളിക്ക് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുകയാണ്. അതെ, ഒരൊറ്റ പേര്, ഇവാൻ വിക്കുമനോവിച്ച്. ആര് എങ്ങനെയൊക്കെ തിരിഞ്ഞാലും ആശാനെ മുന്നോട്ട് തന്നെ. ഇത്രയുമാണ് എനിക്ക് കോച്ചിനെ കുറിച്ച് പറയാനുള്ളത്. പ്ലേയേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക.